കർമ്മശാസ്ത്ര ക്ലാസ്സുകളിൽ സാദുൽ മുസ്തഖനിയിലെ ഒന്നാമത്തെ അധ്യായമായ കിതാബ് ത്വഹാറ, അതിലെ ബാബുൽ ഇസ്തിൻജ, ശുചീകരണവുമായി ബന്ധപ്പെട്ട അധ്യായമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ് വരെയായി മലമൂത്ര വിസർജന മര്യാദകളാണ് പറഞ്ഞത്. ടെബിലക്ക് മുന്നിടൽ, ടെബിലക്ക് പിന്നിടൽ, അതേപോലെ കയറുമ്പോൾ ഇറങ്ങുമ്പോഴൊക്കെയുള്ള പ്രാർത്ഥനകൾ, ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതേപോലെ അവിടുത്തെ വെളിവാകുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വിസർജന സ്ഥലത്തേക്ക് എത്തുന്നതിന് മുമ്പേ തന്നെ അവിടുത്തെ വെളിവാക്കാൻ പാടില്ല, വസ്ത്രം ഉയർത്താൻ പാടില്ല എന്ന മര്യാദകൾ, അതൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് എടുക്കാനുള്ള ഭാഗം വലുബ്സുഹു ഫൗഖ ഹാജതിഹി വബൗലുഹു ഫീ ത്വരീഖിൻ വളില്ലിൻ നാഫിഇൻ വതഹ്ത ശജറത്തിൻ അലൈഹാ സമറത്തുൻ വയസ്തജ്മിറു സുമ്മ യസ്തൻജി ബിൽമാഇ വയുജ്സിഹു അൽ ഇസ്തിജ്മാറു ഇല്ലം യഅദു അൽ ഖാരിജു മൗളിഅൽ ആദതി. മലമൂത്ര വിസർജനവുമായി ബന്ധപ്പെട്ട മര്യാദകൾ തന്നെയാണ് ഈ വായിച്ചതിലും പരാമർശിക്കുന്നത്. വലുബ്സുഹു ഫൗഖ ഹാജതിഹി, വലുബ്സുഹു അവൻ അവിടെ തന്നെ താമസിക്കലും കഴിയലും, ഫൗഖ ഹാജതിഹി ആവശ്യത്തിലധികം, അഥവാ മലമൂത്ര വിസർജനം നടത്തിക്കഴിഞ്ഞാൽ പിന്നെയും കുറേ സമയം ആ ബാത്റൂമിൽ അങ്ങനെ ഇരിക്കുക എന്നുള്ളത് വിലക്കപ്പെട്ട കാര്യമാണ്. മൂത്രമൊഴിച്ച് കഴിഞ്ഞു, കാട്ടിച്ച് കഴിഞ്ഞു, പിന്നെയും അങ്ങനെ ഇരുത്തം ദീർഘിപ്പിക്കുക ആവശ്യമില്ലാതെ. ആവശ്യമുണ്ടെങ്കിൽ ഓക്കെ, പൂർണ്ണമായും മൂത്രം പൊടിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇനിയും മൂത്രം വരാൻ സാധ്യതയുണ്ട്, അതൊക്കെ ആവാം. അതല്ലാതെ ആവശ്യത്തിലധികം സമയം അവിടെ തന്നെ കഴിഞ്ഞുകൂടുക എന്നത് വെറുക്കപ്പെട്ട വിലക്കപ്പെട്ട കാര്യമാകുന്നു. വലുബ്സുഹു, ആ വാവ് പോകുന്നത് തൊട്ട് മേലെ പറഞ്ഞ ഇതിലേക്കാണ്. വയഹ്റുമു എന്ന് പറഞ്ഞല്ലോ, തൊട്ട് പിറകിൽ വയഹ്റുമു ഇസ്തിഖ്ബാലു ഖിബ്ലത്തി വസ്തിദ്ബാറുഹാ ഫീ ഗൈരി ബുൻയാനിൻ എന്ന് പറഞ്ഞു. വയഹ്റുമു ഹറാമാകും. അപ്പോൾ അതിലേക്കാണ് വലുബ്സുഹു, അവരവിടെ കഴിഞ്ഞുകൂടലും ഹറാമാകും എന്നാകും അപ്പോൾ അർത്ഥം. അതും ഹറാമാണ്. ഫൗഖ ഹാജതിഹി, ആവശ്യത്തിലധികം, ആവശ്യമുള്ളതിനേക്കാൾ ഏറെ അവിടെ കഴിഞ്ഞുകൂടൽ ഹറാമാണ്. എന്നാൽ ഈ വിഷയത്തിൽ നേർക്കുനേരെ ഒരു ഹദീസില്ല. വിലക്ക് മുന്നിടാൻ പാടില്ല, നമ്മൾ ഹദീസ് പറഞ്ഞു. എന്നാൽ ഈ വിഷയത്തിൽ ആവശ്യത്തിലേറെ അവിടെ നിൽക്കരുത് എന്ന് വ്യക്തമായി നബിതങ്ങൾ പറഞ്ഞ ഒരു ഹദീസുണ്ടോ വെച്ചാൽ ഫിഖഹിൽ എവിടെയും ആ ഹദീസ് അങ്ങനെ ആരും എടുത്ത് പറഞ്ഞിട്ടില്ല, നബി നേർക്കുന്നത് വന്നിട്ടുമില്ല. അതേസമയം ഇത് പാടില്ല എന്ന് പറയാൻ അവരതിന് കാരണം പറഞ്ഞത് ചില ഇതുമായി ബന്ധപ്പെട്ട ചില ഇല്ലത്തുകൾ, ചില കാരണങ്ങളാണ്. ഒന്ന് പറഞ്ഞത് ആവശ്യമില്ലാതെ അവിടുത്തെ വെളിവാക്കുക എന്നത് അതിലുണ്ട്. അവിടുത്തെ വെളിവാക്കാൻ പാടില്ലല്ലോ, അവിടുത്തെ സാധനം മറക്കേണ്ടി വേണ്ടത്. മലമൂത്ര വിസർജനം എന്നതിന് വേണ്ടി അവിടുത്തെ വെളിവാക്കൽ അനുവദിക്കപ്പെട്ടു. ആ ആവശ്യം കഴിഞ്ഞാൽ പിന്നെയും അവിടുത്തെ വെളിവായി നിൽക്കുക എന്നുള്ളത് അത് ഏതാണ്ട് നല്ലൊരു കാര്യമല്ല എന്ന് ഉറപ്പാണ്. ഹറാമുണ്ടോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം, ഏതായാലും ഒരു നല്ല കാര്യമല്ല എന്നു വ്യക്തമാണ്. രണ്ടാമതൊരു കാരണം പറഞ്ഞത് ബാത്റൂമുകളൊക്കെ പിശാചുക്കളുടെയും അതേപോലെയുള്ള തെറ്റായ ഇതിനൊക്കെ ഒരു ഇടമാണ്. അത്തരം ഇടങ്ങളിൽ നിന്ന് പരമാവധി ആവശ്യം കഴിഞ്ഞാൽ പോരുകയാണ് വേണ്ടത്. നല്ല സ്ഥലത്ത് പള്ളിയിൽ നമുക്ക് എത്ര ഇരിക്കാം, അത് നല്ല കാര്യമാണ്. എന്നാൽ അതല്ലാത്ത പിശാചുക്കളുടെ കേന്ദ്രങ്ങൾ, അതേപോലെ മ്ലേച്ഛതയുടെ കേന്ദ്രങ്ങൾ, അവിടെയൊക്കെ പോവാന്നുള്ളത് തന്നെ നല്ലതല്ല. എന്നാൽ ഇതിനവിടെ പോകാതൊക്കെ പറ്റില്ല. അപ്പം പോയി ആവശ്യം കഴിഞ്ഞാൽ എത്രയും വേഗം അവിടുന്ന് പിന്നെ പോരുകയാണ് വേണ്ടത്. ഈ രണ്ടു കാരണങ്ങളാലാണ് ഫിഖഹിൽ പൊതുവെ ഈ ഒരു മസ്അല അവരൊക്കെ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നബീനെ നിൽക്കുന്നതിന് ഈ വിഷയത്തിൽ ഇങ്ങനെ നിൽക്കാൻ പാടില്ല ഹദീസ് ഉണ്ടോ ചോദിച്ചാൽ ഹദീസ് അവിടെ വന്നിട്ടില്ല. അപ്പം ഈ ഇല്ലത്ത് വെച്ചുകൊണ്ടാണ് ഫുഖഹാക്കളൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് ഇമാം അഹ്മദൊക്കെ ഈ വിഷയത്തിൽ ഒരു രണ്ടും കൂടെ സംയോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞ ഒരു അഭിപ്രായം കാണാൻ പറ്റും. അത് ഹറാമില്ല എന്നാൽ കറാഹത്താണ് എന്നാണ് ഇമാം അഹ്മദൊക്കെ അതിൽ അഭിപ്രായം പറഞ്ഞത്. ഹറാം എന്ന് പറയണമെങ്കിൽ വ്യക്തമായി ഒരു തെളിവ് വേണം. അപ്പം അതില്ലാത്ത ഹറാം എന്ന് പറഞ്ഞുകൂടാ. എന്നാൽ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ ന്യായമല്ലേ, അതൊക്കെ ന്യായമായ കാരണങ്ങളാണ് താനും. അപ്പം ആ കാരണങ്ങൾ മുഖവിലക്കെടുത്തുകൊണ്ട് അത് മക്രൂഹാണ്, ഇന്നഹു യുക്റഹു വലാ യഹ്റുമു, അത് മക്രൂഹാണ് അല്ലാതെ ഹറാമില്ല എന്ന് ഇമാം അഹ്മദ് റഹിമഹുല്ലാ പറഞ്ഞതായി കാണാൻ കഴിയുന്നു. വല്ലാഹു അഅലം. ഏതായിരുന്നാലും ആവശ്യം നിർവഹിച്ച് കഴിഞ്ഞാൽ പിന്നെ എത്രയും വേഗം അവിടുന്ന് പോരുക എന്ന് തന്നെയാണ് ഏറ്റവും അഫ്ളലായത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല.
പിന്നെ അവിടെ നിൽക്കൽ കറാഹത്തേ ഉള്ളൂ, അതല്ല ഹറാമാണോ എന്നതാണ് ഫിഖ്ഹിലെ ചർച്ചകൾ.